അസ്സലാമു അലൈക്കും. എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ വൈകിപ്പോയി, തിരക്കായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായ സങ്കടം ഞാനും പങ്കുവെക്കുകയാണ്. നിപ്പ ബാധിച്ചിട്ട് മരിച്ച മോൻ്റെ മരണം മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാക്കി. അത് വാക്കുകൾക്ക് അതീതമാണത്. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ തൊഴിൽ ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ എന്നെ മാനസികമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് പിന്നെ ഫുട്ബോൾ കളിക്കണ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ അരീക്കോട് സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റിലാണ് എൻ്റെ ഷോപ്പ്. അപ്പോൾ ഇവിടെ ഇരുന്നാൽ സ്റ്റേഡിയത്തിൽ കുട്ടികൾ പിന്നെ പ്രാക്ടീസ് ചെയ്യണത്, അവരെ ക്യാമ്പൊക്കെ അവിടെയാണ്, അതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാണ്ട് അങ്ങ് ഹേർട്ടാക്കുക. കുട്ടീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതായാലും അവരെ ഉമ്മാക്ക് അല്ലാഹു നല്ല ക്ഷമ കൊടുക്കട്ടെ. ഇനി ആർക്കും അങ്ങനത്തെ ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഒരു പക്ഷേ എൻ്റെ മരണം വരെ എനിക്ക് മറക്കാൻ കഴിയില്ല. അത്ര എനിക്ക് വേദനാക്കപ്പെട്ട ഒരു മുഖമാണ് അവൻ്റെ പ്രായമുള്ള ഒരു മോൻ എനിക്കുണ്ട്. അവന് ഇതേപോലെ തന്നെ ഒരു ഫുട്ബോളിനോടാണ് ഭ്രമം. അപ്പോൾ എത്ര എഫേർട്ട് എടുത്തിട്ട് പോകാനോ അവൻ്റെ ക്യാമ്പിന് പോവുക. ഏത് മഴയത്തും ഇപ്പോൾ പോകണ്ട പറഞ്ഞാൽ അത് സാരമില്ല പറഞ്ഞിട്ട് മഴയത്ത് അവൻ പോവുക. അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ശരിക്കും ആ അമ്മക്ക് എല്ലാവിധ പിന്നെ ക്ഷമയും പിന്നെ മറക്കാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റൂലല്ലോ. എന്നാലും നമുക്ക് എങ്ങനെ വന്നാലും അതിന് പകരം വെക്കാനൊന്നും ഉണ്ടാവില്ല ദുനിയാവിൽ. എത്ര ആയാലും അതിന് പകരം വെക്കുക പറഞ്ഞാൽ കഴിയണ കാര്യമല്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ മക്കളോട് ദേഷ്യം പിടിക്കും. അപ്പോൾ നമുക്ക് എന്തിനായാലും നമ്മളെ പിന്നെ ദേഷ്യം മക്കളോടല്ലേ നമ്മൾ തീർക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പെട്ടെന്ന് ചൂടാവും. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഒരു വിഷമം വന്നാൽ എങ്ങനെ അത് സഹിക്കുക എനിക്കറിയണില്ല. അത്രയും വേദനയായിപ്പോയി. അപ്പോൾ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. അവൻ ഏതായാലും സ്വർഗത്തിലാണ്. ഉമ്മാനെ സ്വർഗത്തിൽ കാക്കാനൊരു മോനുണ്ടെന്ന് ഉമ്മാക്ക് ആശ്വസിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും മികച്ച സ്ഥാനം അല്ലാഹു അവനക്ക് കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കല്ലേ. നാളെയുടെ പിന്നെ സ്വർഗത്തിൻ്റെ ഒരു അവകാശി പിന്നെ ഉമ്മാനെ വെയിറ്റ് ചെയ്യണേ ഒരു മോനായിട്ട് ഒരു പൊന്നാര. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഉമ്മാക്കൊന്നും അവസാനമായിട്ട് കാണാനും കൂടി പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതെനിക്ക് വാക്കുകൾ കൊണ്ട് അതീതാണ്, എനിക്ക് പറയാൻ കഴിയില്ല. അത് എനിക്കെന്നെ സങ്കടമാവുക. ഇപ്പോഴും ഞാൻ ആ സ്റ്റേഡിയത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഫുട്ബോൾ കളിയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എന്തുകൊണ്ടോ ഞാനത് വല്ലാണ്ട് ടെൻഷനായി പോവുക. അറിയില്ല, എനിക്ക് ഇത് മറക്കാനോ ഒരു നിമിഷം പോലും ഓർക്കാതിരിക്കാനോ കഴിയില്ല. ഞാൻ എൻ്റെ മിനിയാന്നൊക്കെ ഞാൻ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിർത്തിപ്പോയിക്കണം, എനിക്ക് കഴിയാഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തത് പങ്കുവെക്കണം, എൻ്റെ ദുഃഖം ഒന്ന് പങ്കുവെക്കണം വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെ പ്രാർത്ഥനയിലും എല്ലാ മക്കൾക്കും ദീർഘായുസ്സും ആരോഗ്യം, അവരുടെ സ്വപ്നം, അവൻ്റെ ബൂട്ടഴിച്ച് അവൻ പോയിക്കണമെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കാലം അവൻ അറിയപ്പെടട്ടെ. എന്നും അറിയപ്പെടും ഇൻഷാ അല്ലാഹ്. അതിലേറെ അവന് ഒരു ഫുട്ബോൾ പ്രേമി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ തന്നെ അവൻ അറിയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഷർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ ശബ്ദം പതറി, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാനും കഴിയില്ല. എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ ഇതിൽ പാവം അവസാനമായിട്ടൊന്ന് കാണാനും കൂടി പറ്റിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടം. ഏതായാലും ഉമ്മാക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കലേ. പിന്നെ ഇന്ന് ഞാൻ ഒരു ഫുൾ കൈൻ്റെ ഷർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിലവിൽ മാഷാ അല്ലാഹ് ഒരുപാട് പേര് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരോടും നന്ദി പറയണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്തതിലും ഇനി ചെയ്യാനിരിക്കണവർക്കൊക്കെ നന്ദി പറയണേ. അപ്പോൾ ഇന്നത്തെ ഷർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയെന്ന് കാണിക്കാം. അതിന് മുമ്പ് ഷർട്ടിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. ഷർട്ട് നമ്മൾ ഒരു വ്യക്തിനെ അളവെടുത്താൽ ആദ്യം നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യുക. അതിൽ ഇത് നമുക്ക് ബട്ടൺ വെക്കാനുള്ള ഭാഗമാണ്. പിന്നെ ഇത് ഷോൾഡർ. അപ്പോൾ എത്ര തുണി വിട്ടിട്ടാണ് നമ്മൾ ഷോൾഡർ ചെയ്യുക. ഷോൾഡർ എത്രയാണോ 10 മീൻസ് 20 ഇഞ്ച് ഷോൾഡർ ഉള്ള ആളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്ലസ് അര കൂട്ടി. പിന്നെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10 മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെ അപ്പോൾ ഇവിടെ ചെരിഞ്ഞിട്ടാണ് കേട്ടോ വരിക. ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരിക ഇങ്ങനെ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു 13 ഇഞ്ച് ചെസ്റ്റുള്ള ആൾക്കാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്, പ്ലസ് 3/4. പിന്നെ അതേപോലെ ലെങ്ത്ത് പ്ലസ് 1.5 കേട്ടോ. 1.5 അര ഇഞ്ച് മേലോട്ടും 1 ഇഞ്ച് താഴെ മടക്കിയടിക്കാനും. പിന്നെ ഈ 13.5 നല്ല വയറുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ 13.5 തന്നെ ഷേപ്പ് വന്നോളും. താഴ്ഭാഗത്തും നമ്മൾ 13 + 3/4 ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷർട്ടിൻ്റെ
ഇന്നത്തെ ഷർട്ടിൻ്റെ അളവാണ് ഈ പറയണത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഷോൾഡർ ഡൗൺ കൊടുത്തു, പിന്നെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് പിന്നെ ഇതിലേക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മുൻ പീസിലുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ബാക്ക് പീസ് വെക്കുമ്പോൾ ഇവിടെയാണ് ബാക്ക് പീസ് വെക്കേണ്ടത്. ഈ ഷോൾഡർ ഡൗണിൻ്റെ കട്ടിങ് ഇല്ലേ, ഇവിടെ വെക്കുക, ഇതിൻ്റെ ഒപ്പം കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അതിനൊരു ഷോൾഡർ ബാക്ക് പീസ് ഇല്ലേ, അത് കാണുക. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ 10 പിന്നെ ഇവിടെ നമ്മൾ നെക്കിൻ്റെ അളവാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ ഡൗൺ ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ കൈയാണ് ചെയ്യുക. കൈ നമ്മൾ ഫുൾ കൈയാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ കൈയിൽ ഇവിടെ ലെങ്ത്തിലേക്ക് നമ്മൾ 1.5 കൂട്ടിയിട്ട് അതിൻ്റെ കഫിനെ മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ പിന്നെ സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്യുക. ഇവിടെ സ്ലീവിൻ്റെ ലൂസ്, ഇവിടെ നമ്മൾ അടി ലൂസ് പ്ലസ് 1.25 മാർക്ക് ചെയ്യും. ഇത് നമുക്കിവിടെ കഫ് കൊടുക്കാൻ ഓപ്പൺ കൊടുക്കണ്ട, അതും കൈയിൻ്റെ ലൂസിന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ഷർട്ടിൻ്റെ ഏകദേശ രൂപമാണ്. ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ ഇതിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒരു സുവർണാവസരം ഉണ്ട് കേട്ടോ. ഷർട്ട്, പാൻറ്റ്, കോട്ട് എന്ത് വേണേലും പഠിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരാളെ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ ഈ അളവുകളൊക്കെ കിട്ടുക, എങ്ങനെ നമുക്ക് ഷോൾഡർ ഡൗൺ കിട്ടുക, എങ്ങനെ നെക്ക് കിട്ടുക, എങ്ങനെ ചെസ്റ്റ് കിട്ടുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടുന്നത് ചെസ്റ്റ് നിന്നാണ്. ഈ അളവ് വരെ, ഇതിൻ്റെ ഈ വീതി വരെ നമുക്ക് കിട്ടുന്ന ചെസ്റ്റ് നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും നല്ലൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ 80 86 82 49 പറയണേ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഫുൾ കൈൻ്റെ ചൈനീസ് കോളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുൾ കൈയിൽ ചൈനീസ് കോളറിലാണ്. ഓക്കെ, ഇത് 13 ഇഞ്ച് ചെസ്റ്റ് ഉള്ള ആൾക്കാണ്. ആൾ നല്ല തടിയുണ്ട്, പിന്നെ നല്ല വയറുള്ള ആളായതുകൊണ്ട് നമ്മൾ ഷേപ്പ് കൊടുത്തില്ല. ചെസ്റ്റിൽ നിന്ന് നേരെ താഴ്ഭാഗത്തെ ലൂസിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ അവർക്ക് സാധാ കോളർ വേണ്ട, ചൈനീസ് മതി പറഞ്ഞപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിക്കണമെങ്കിൽ ഷെയർ ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്യണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഓപ്പൺ ഇതാണ്, കയ്യിൻ്റെ ഓപ്പൺ ഇതാണ്. ഇതേപോലെ നമുക്ക് പുറത്തേക്ക് ചെയ്യാൻ പാകത്തിന് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുക. നമ്മൾ എങ്ങനെയോ ഒരു ക്ലാസ് കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഷർട്ടൊക്കെ മിക്ക ആൾക്കാർ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടാവും യൂട്യൂബിൽ നോക്കിയിട്ട്. പക്ഷേ ഒരാളെ തുണി വാങ്ങി കട്ട് ചെയ്യാനോ അവനവനക്കൊരു പുതിയ ഡ്രസ്സ് കട്ട് ചെയ്യാനോ യൂണിഫോം കട്ട് ചെയ്യാനോ ഒന്നും ധൈര്യമില്ലാതിരിക്കണവരായിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ളവരാരുണ്ടെങ്കിലും ഇൻഷാ അല്ലാ 80 86 82 49 49 പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ നമ്മളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോളൂ കേട്ടോ. പിന്നെ ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം. 500 രൂപ മാത്രം അടച്ചാൽ മതി. 6 മാസത്തെ ഫ്രീ കോഴ്സ് സ്വന്തമാണ്. പാൻറ്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ടും 6 മാസം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അഡ്മിഷൻ ഫീ മാത്രമേ ഉള്ളൂ. പിന്നെ ആരി വർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ ലെവൽ 1, 2 ബേസിക്കും പഠിക്കാം, പിന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യാനുള്ളതും പഠിക്കാം. ഓക്കെ, അപ്പോൾ പഠിക്കണം, ചെയ്യണം, പെർഫെക്ഷൻ ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും ഇൻഷാ അല്ലാ 80 86 82 49 49 പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.